you can say now multiverse. നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ യഥാർത്ഥ യൂണിവേഴ്സിന് പകരം മറ്റൊരു ഡിമെൻഷനിലാണെന്നുള്ളത് വെറും ഒരു സ്പെക്കുലേറ്റീവ് ഹൈപ്പോത്തസിസ് മാത്രമല്ല. പറഞ്ഞത് മാക്സ് ലോഹനാണ്. തന്റെ 13-ാം വയസ്സിൽ ചെറിയൊരു കോഫി ടിന്നിന്റെയും സ്പൂണിന്റെയും കൂടെ കോപ്പർ വയറും പൈപ്പും ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് എനർജി ഹാർവെസ്റ്റ് ചെയ്ത് കാണിച്ച അതേ മാക്സ് ലോഹൻ. നിക്കോള ടെസ്ല പണ്ട് പ്രപ്പോസ് ചെയ്ത റേഡിയന്റ് എനർജി എന്ന ആശയത്തിലൂടെ റേഡിയോ വേവ്സിനെ കളക്ട് ചെയ്ത് AC-യിൽ നിന്ന് DC ആക്കി മാറ്റി LED ലൈറ്റുകൾ കത്തിച്ച് കാണിച്ചു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ മാഡിസണിൽ പ്ലാസ്മൈഡ് ഫിസിക്സിൽ തന്റെ ഗവേഷണങ്ങൾ തുടരുന്ന മാക്സ് 2016 നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഓൾട്ടർനേറ്റ് ഡിമെൻഷനിലാണെന്ന് പറയുന്നത്. കാരണമായി പറയുന്നതോ സേണിനെ. 2008 സേണിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പ്രവർത്തനം ആരംഭിച്ചതും 2012 ഹിഗ്സ് ബോസോൺ അഥവാ ഗോഡ് പാർട്ടിക്കിൾ കണ്ടെത്തിയതുമെല്ലാം നമ്മളെ മറ്റൊരു ഡിമെൻഷനിലേക്ക്, നമ്മുടേതല്ലാത്ത മറ്റൊരു റിയാലിറ്റിയിലേക്ക് എത്തിച്ചു. യൂണിവേഴ്സ് തന്നെ റീറൈറ്റ് ചെയ്യപ്പെട്ടു എന്നൊക്കെയാണ് വാദങ്ങൾ. വെറും ഊഹാപോഹങ്ങളുടെ പുറത്തുള്ള ഈ വാദങ്ങൾ ശാസ്ത്രലോകം അപ്പാടെ തള്ളിക്കളഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പലരും വരാറുണ്ടല്ലോ, കേട്ടിട്ടില്ലേ? You are the multi-dimensional everything that ever existed or will exist or exist at all, because actually nothing exists. Nothing at all. പിള്ളേരൊക്കെ ഇങ്ങനെ പലതും പറയും. പറഞ്ഞോട്ടെ, തെളിവ് കിട്ടിയാൽ നമ്മൾ എടുക്കും. കോൺസ്പിറസീസും സ്പെക്കുലേഷൻസും ഒക്കെ ഒത്തിരി ഉണ്ട്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ നമുക്കും ഇവിടെ ഡിസ്കസ് ചെയ്യാം.